ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറാണ് അലക്സ് എല്ലിസ്. അദ്ദേഹം അപ്പോൾ ഇന്ത്യയിലെ സേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ആ മടങ്ങുന്ന സമയത്ത് അദ്ദേഹം തന്നെ ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കി ഇന്ത്യ അദ്ദേഹത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ കാഴ്ചയിലേക്ക്. The lows, the unexpected. Starting with presenting credentials. Great honor to meet the president. Great to come back to India with my family. It was 36 years since I'd last lived here. It's just such a pleasure getting off the plane. I remember it so vividly. Hindi movies. Chukki Chukki, great humor. Very funny, very on it film. Sholay, I think, dare I say it, my favorite. What a classic. Great badmash. Wonderful dialogue. I love the popular music that went with the films. Trying to sing Kishore Kumar, you realize how brilliant these people are. Pal pal dil ke paas. I absolutely stand by my words to this Manu fan in the ISKCON temple. They do need divine intervention. ശരി, അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അല്ലേ, പല ആളുകളും ഇതുപോലെ ഹൈ കമ്മീഷണറായിട്ടൊക്കെ വന്നിരുന്ന് മടങ്ങി പോകാറുണ്ട്. പുതിയ ആളുകൾ വരുന്നു. പക്ഷേ ഇതുപോലെ ഇന്ത്യയോടുള്ള ഒരു ഇഷ്ടം ഇങ്ങനെ പ്രകടമാക്കി ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പക്ഷേ ആദ്യമാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വേറെയില്ല. എന്തായാലും അദ്ദേഹം ഹിന്ദി പാട്ട് പാടാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഹിന്ദി പാട്ടുകളാകട്ടെ നമ്മളാകട്ടെ അദ്ദേഹത്തിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്ന്. പറയൂ, അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ത്യയോടുള്ള ഇഷ്ടം എങ്ങനെയാണ് ഇത്ര പെരുത്തതായത്? ദിവിഷ്, ഒരു വിടവാങ്ങൽ പ്രസംഗം എത്രത്തോളം ലളിതമായിട്ടും മനോഹരമായിട്ടുമാണ് ഈ അലക്സ് എല്ലിസ് എന്ന ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ടീം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസംഗത്തിന് പകരം ഇന്ത്യയുടെ വിവിധ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഈ സാംസ്കാരികത, വൈവിധ്യത എന്നുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് തന്നെയാണ്. നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പലരും പല സംസ്കാരങ്ങൾ തുടർന്നു. അദ്ദേഹം ഇന്ത്യയൊട്ടാകെ നടത്തിയൊരു യാത്ര, ബോളിവുഡ് സിനിമയോടുള്ള ആ ഒരു ഭ്രമം, സിനിമാ പാട്ടുകളോടുള്ള ഒരു ഭ്രമം, അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന് രണ്ട് ബോളിവുഡ് സിനിമ, പ്രത്യേകിച്ചും ഒരിക്കലും മറക്കാനാകാത്ത ഷോലെ, ചുപ് ചുപ് കെ പോലെയുള്ള സിനിമകൾ, അതുപോലെ തന്നെ കിഷോർ കുമാറിൻ്റെ ഗാനങ്ങളാണ് അദ്ദേഹം ആലപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് അത്രത്തോളം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒന്നാണ്. അതിനോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യ ഉൾപ്പെടെ ഹൈദരാബാദ്, തമിഴ്നാട്, അതുപോലെ മുംബൈ, ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിച്ച് അവിടുത്തെ തനതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും അവിടുത്തെ കലാരൂപങ്ങളെല്ലാം തന്നെ ആസ്വദിക്കാനും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. 36 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത് വീണ്ടും ഹൈ കമ്മീഷണറെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എത്തുന്നത്. 3 വർഷത്തെ ഒരു ടെന്യൂറാണ് ഇപ്പോൾ പൂർത്തിയായി അദ്ദേഹം മടങ്ങാനൊരുങ്ങുന്നത്. ഇന്ത്യയിലെ നിലവിൽ എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് പ്രതികരണമായിട്ട് നന്ദിയെല്ലാം അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഒരു എളുപ്പത്തിൽ അല്ലെങ്കിൽ മനോഹരമായിട്ട് ഇന്ത്യക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു വിടവാങ്ങൽ പ്രസംഗം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം എളുപ്പത്തിൽ തന്നെ കാണിച്ചു തരുന്നു. അതിന് സമൂഹ മാധ്യമത്തിൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല G20 സമയത്ത് പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത്, അതായത് ഇംഗ്ലണ്ട് പ്രൈം മിനിസ്റ്റർ ഇവിടേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് പറയുക ചെറിയൊരു അമളി, അതായത് അദ്ദേഹത്തിൻ്റെ പാൻറ് കീറിപ്പോകുന്നു അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോകുന്ന സമയത്ത്. ഇതൊന്നും മാധ്യമങ്ങളിലൊന്നും വരുന്നതല്ല. പക്ഷേ എന്താ പറയുക, ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം, ആ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും രസകരമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയെ മറക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിടവാങ്ങൽ പ്രസംഗം കാഴ്ചവെക്കുന്നു. അത് എന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ മെസ്സേജിന് താഴെ മനോഹരമായ ഒരു ഇവിടെ പൂർത്തിയാക്കി മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇനിയുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലെ സേവനത്തിലൊക്കെ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമുക്കും, അല്ലേ, നമ്മളോടുള്ള സ്നേഹത്തിന് തിരിച്ച് നമുക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാം. അദ്ദേഹത്തിനും അലക്സ് എല്ലിസിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്.